ഇവർ വിവാഹിതരായ ഒരു സീരിയലിലെ ഭൂമിനെ അയാളെ കത്തിയെറിഞ്ഞ് വീഴ്ത്തി കൊല്ലുന്നത് കണ്ട് ഒരു സ്വപ്നത്തോടെ എണീക്കുകയാണ് അച്യുതൻ. പിന്നെ കടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. എണീറ്റ് ലൈറ്റിട്ട് അവിടുന്ന് പതിയെ ഭൂമിയുടെ റൂമിലേക്ക് ചെല്ലും. ഭൂമി നല്ല ഉറക്കാ, വിളിക്കുന്നില്ല. അവിടെ കട്ടിലിന്റെ അരികിൽ ഇങ്ങനെ വിഷമത്തോടെ ഇരുന്ന് ഭൂമിയെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഭൂമിയെ അമ്മയുടെ അടുത്ത് വന്നിട്ട് വയ്ക്കും, ഞാനും അച്ഛനും തമ്മിലുള്ള ഉല്ലാസയാത്രയില് അമ്മയ്ക്ക് കുശുമ്പൊന്നുമില്ലല്ലോ. കുശുമ്പ് വരാൻ ഇടയുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ചുറ്റാൻ പോകുന്നത്. നല്ല അസൂയുണ്ട്, ഞാൻ വല്ല കുളത്തിലോ പുഴയിലോ പോയി ചാടിക്കോളാം. അപ്പൊ ഭൂമി പറയും, എങ്കിലും അയൽവാസികളെ വിളിച്ച് ആഡംബരമായിട്ട് വെക്കോളൂ. പത്രത്തിൽ വാർത്ത വരുമ്പോ ജനശ്രദ്ധ ആകർഷിക്കണ്ടേ. അല്ല, നിന്നോട് അച്ഛനെ കൂട്ടി യാത്ര പോകാൻ പറഞ്ഞത് ആരാ? ഭൂമി പറയും, അമ്മ. ആ, എന്നാ പിന്നെ പോവാൻ നോക്ക്. അങ്ങനെ ഭൂമി അവിടുന്ന് പോവും. അങ്ങനെ അപ്പോഴേക്കും അച്യുതൻ റെഡിയായി വരും. അച്ഛൻ റെഡിയായോ? ഈ വേഷത്ത് കണ്ട പെമ്പിള്ളേർക്ക് ക്രഷ് തോന്നും. ഒരു മാലാഖ പറഞ്ഞു ഈ ഡ്രസ്സ് ഇടാൻ, അത് അച്ഛന് ഇട്ടു. അപ്പോ ഭൂമി അറിയും, മാലകൾക്ക് കുട്ടികളെ ഇഷ്ടം, നമുക്ക് അമ്മയെ കൂടെ കൂട്ടായിരുന്നോ? ഭൂമി അറിയും, അനുസരണശീലം ഇല്ലല്ലോ. ഞാൻ അച്ഛനെ കൊണ്ടുപോകുന്ന സ്ഥലം അമ്മ പലതവണ കണ്ടിട്ടുള്ളത്. അവിടേക്ക് അംബിക നാടകം കളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പോഴേക്ക് ഭൂമിക്ക് കോള് വരും, വർക്ക്ഷോപ്പ് എന്നാ. അങ്ങനെ ആ കടയിൽ നിന്ന് ആള് വയ്ക്കും, ഈ കാർ ഇനി പണിയണോ? ഭൂമി അറിയും, അതിനെല്ലാം എടുത്തോണ്ട് പോകാൻ പറഞ്ഞത്. അല്ല, ഇതിന്റെ ആയുസ് തീർന്നിരിക്കുക. അത് ഭൂമി വല്ലാതെ ഷോക്കാക്കും. ഭൂമിക്ക് ദേഷ്യം വരും, ആയുസ് തീർന്നതും താനാണോ തീരുമാനിക്കുന്നത്? ആയുസ് തീരാതിരിക്കാനല്ലേ തന്റെ കയ്യിൽ ഏൽപ്പിച്ചത്? അല്ല, വെറുതെ ക്യാഷ് കളയണോന്ന് വെച്ച് ചോദിച്ചതാ. ഭൂമി അറിയും, ക്യാഷ് കളഞ്ഞോട്ടെ, എന്താ? അപ്പൊ അയാൾ പറയും, ശരി എന്നാ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ഭൂമി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന കാണുമ്പോ അച്യുതൻ ഞെട്ടിപ്പോവാ. എന്താ മോളെ? ഭൂമി പറയും, കാറിന്റെ ആയുസ് തീർന്നു. അത് ശരിയല്ലേ മോളെ? അപ്പോഴേക്കും അമ്മ ചായ കൊണ്ട് വരുന്നുണ്ട്. ഭൂമി ദേഷ്യത്തിൽ പറയും, അത് ശരിയല്ല. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് അംബിക ചോദിക്കുമ്പോ ഭൂമി പറയും, പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ കുഞ്ഞാവൻ ഉറങ്ങില്ല. അതും പറഞ്ഞ് ഭൂമി പോവും. അംബിക കാര്യം ചോദിക്കുമ്പോ അച്യുതൻ കാര്യം പറയാട്ടോ, വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചു, കാറിന്റെ ആയുസ് തീർന്നു. അംബിക പറയും, നേരിട്ടാണ് അയാളിപ്പോ പറഞ്ഞതെങ്കിൽ അയാളുടെ ആയുസ് ഇപ്പൊ തീർന്നേനെ. അച്ചുവേട്ടന് കാർ ജീവനുള്ളത് അവൾക്ക് അറിഞ്ഞൂടെ? കാറിന്റെ ആയുസ് തീർന്നു എന്ന് പറഞ്ഞാ അച്ഛന്റെ ആയുസ് തീർന്നത് പോലെ അവൾക്ക്. അച്യുതൻ പറയും, എന്നും ചോദിക്കും, എന്താ കാറും മോളും തമ്മിലുള്ള ബന്ധം എന്ന്. ഇതേ സമയം ഭൂമി ഇങ്ങനെ വിഷമത്തോടെ റൂമിൽ ഇരിക്കുക കേട്ടോ. പോവാനായി ബാഗ് എടുക്കും. പെട്ടെന്നായിരിക്കും, അയ്യോ അച്ഛൻ്റെ മരുന്നെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മരുന്നെടുക്കുന്നത്. അപ്പോഴും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർക്കുന്നത്. അപ്പോഴേക്കും ഇവിടെ ചായയൊക്കെ അച്യുതൻ കുടിച്ച് നിൽക്കണേ. അച്ഛാ പോവല്ലേ? അങ്ങനെ അമ്മയുടെ യാത്ര പറഞ്ഞാൽ അവരവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഇവര് പോകുന്നതെല്ലാം ഭവാനിയുടെ ആളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഒരു സൈഡിലൂടെ. അയാൾ അംബികയെ ഇങ്ങനെ നോക്കാട്ടോ. അവര് പോയി കഴിഞ്ഞാൽ പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്താണ്. മുത്തശ്ശി പറയും, അജയ്ക്കും അഞ്ജനയ്ക്കും സമ്മതാണെങ്കിലേ വിവാഹം ഇനി നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്താ ഭവാനി? ഭവാനി പറയും, അമ്മ പറയുന്നതിൽ എനിക്ക് എതിരഭിപ്രായം ഉണ്ടോ? അതല്ല, നിന്റെ മകളെ അജയ്ക്ക് കൊടുക്കുന്നതില് നിനക്ക് സമ്മതല്ലേ? അപ്പൊ ഭവാനി ചിരിക്കും. അജയുടെ അമ്മ പറയും, അമ്മ തീരുമാനിക്കുകയാണെങ്കിലേ ഭവാനിക്ക് എതിരില്ലാന്നല്ലേ പറഞ്ഞത്? മുത്തശ്ശേരൻ ജോത്സ്യനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ മാധവാ, നിന്റെ മകൻ എത്രയാ വേണ്ടത്? സ്ത്രീധനം. അങ്ങേര് പറയും, അമ്മ ഇന്ന് നല്ല മൂഡിലാണല്ലോ, എല്ലാം നല്ല കോമഡി വൈബ്. കോമഡി അല്ല, സീരിയസാ. ഇനി നാളെ ഇതൊരു വിഷയമാവരുത്. അഞ്ജനയുടെയും ഭവനയുടെയും പേരില് ഇത്തിരി ഭൂസത്ത് കുറവാ, അതൊന്നും നീ കാര്യാക്കണ്ട, എന്ത് വേണമെങ്കിലും ഞാൻ തരും. അജയുടെ അമ്മ പറയും, എന്താ അമ്മ പറയണത്? അഞ്ജന ആരാ? നമ്മുടെ മോളല്ലേ, കണക്ക് പറയേണ്ട കാര്യമുണ്ട്. സത്യ, നീ അജയുടെ അമ്മാവനും അഞ്ജനയുടെ വല്യച്ഛനുമാണ്. അഞ്ജനയ്ക്ക് അച്ഛനില്ല, അതുകൊണ്ട് നീ അവരോടൊപ്പം നിൽക്കണം, ആ സ്ഥാനത്ത് പെണ്ണു വീട്ടുകാരുടെ കൂടെ. ഭവാനിക്ക് അത് കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരും. സത്യ ചോദിക്കും, അത് വേണോ അമ്മേ? അഞ്ജനയുടെ മുറയിൽ അമ്മാവന്മാരുണ്ടാവല്ലോ, അതുപോരെ? മുത്തശ്ശേരും കാര്യം മനസ്സിലായി. ഭവാനി, സത്യന് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, നിനക്കത് ബുദ്ധിമുട്ടാവോന്ന് കരുതിയാ? അപ്പോ ഭവാനി മനസ്സിൽ വിചാരിക്കും, എനിക്ക് ഇയാളെ കാണുന്നത് ഇഷ്ടമല്ല, എന്റെ സഹകരണം മരണത്തിൽ എത്തിച്ചവനാ, പക്ഷെ എനിക്ക് ഈ വിവാഹം നടത്തിയേ തീരൂ. എന്താ ഭവാനി ആലോചിക്കുന്നത്? ഭവാനി പറയും, അമ്മ തീരുമാനിച്ചോളൂ. സത്യ, നിന്റെ മോളാണ് അഞ്ജന, നീ ആ കർമ്മം ചെയ്യണം മോനെ. അഭിരാമിയാണെന്ന് കരുതി ചെയ്താൽ മതി. അത് കേൾക്കുമ്പോ സത്യയുടെ ഉള്ളില് വല്ലാത്തൊരു വേദന തോന്നാട്ടോ. മകളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇത് സംഗീത ശ്രദ്ധിക്കും. അമ്മേ, ഏട്ടൻ അഭിരാമിയുടെ ഓർമ്മയിലേക്ക് പോവാൻ തോന്നുന്നു. സത്യ, മോർണിംഗ് വാ എന്ന് പറയുമ്പോ സത്യ എണീറ്റ് അമ്മയുടെ അടുത്ത് ചെന്നിരിക്കും. എന്നിട്ട് അമ്മ തോളിൽ കൈ വെച്ചിട്ട് പറയും, നിന്റെ മനസ്സറിയാത്തവളല്ല ഈ അമ്മ, എല്ലാം ശുഭമായി അവസാനിക്കും. ഒരു ദിവസം സുമിത്രയും അഭിരാമിയും മടങ്ങി വരും. ഇത് ഭവാനിക്ക് ദേഷ്യം വരും. മുത്തശ്ശി പറയും, അത് കണ്ടിട്ടേ ഞാൻ മരിക്കൂ. ഭവാനി മനസ്സിൽ വിചാരിക്കും, അവര് മടങ്ങി വരില്ല, അതിനായിട്ട് നിങ്ങൾ ജീവിക്കണ്ട, എത്രയും വേഗം മരിച്ചോളൂ. അപ്പോഴായിരിക്കും ജോത്സ്യർ അങ്ങോട്ട് വരുന്നത്. വരൂ, ഇരുന്നോളൂ. മുത്തശ്ശിക്കും, എങ്ങനെയുണ്ട് പൊരുത്തം? 10ൽ 8 പൊരുത്തം, ശുഭലക്ഷണം, എല്ലാം കൊണ്ടും അത്യുത്തമം. എന്നാ പിന്നെ നിശ്ചയത്തിനുള്ള മുഹൂർത്തം കുറിക്കാം, ആവാലോ എന്ന് പറഞ്ഞ് തിരുമേനി അത് ചെയ്യാം. അപ്പോഴായിരിക്കും അജയ് അങ്ങോട്ട് വരുന്നത്. മോൻ വന്നല്ലോ, എല്ലാം ഇനി അവന്റെ സാന്നിധ്യത്തിലാവാലോ. മുത്തശ്ശി പറയും, അഞ്ജന എവിടെ പോയി? ഞാൻ വിളിക്കാം അമ്മേ. അങ്ങനെ ഭവാനി അഞ്ജനനെ വിളിക്കുമ്പോ ദാ വരുന്നു എന്നറിയും. അജയ്ക്കും, എന്താ ഇതൊക്കെ മുത്തശ്ശി? മുത്തശ്ശി പറയും, നിനക്ക് മനസ്സിലായില്ല? എടാ, നിന്റെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയത്തിനുള്ള തീയതി കുറിക്കുകയാണ്. അജയ് ഞെട്ടും. അതിന് അഞ്ജന സമ്മതിക്കണ്ടേ? അവൾക്ക് സമ്മതമല്ലാന്നുണ്ടോ?
അപ്പൊ അജയ് പറയും ഇന്നലെ ഞങ്ങള് കഴിഞ്ഞ ദിവസേ സ്വകാര്യമായിട്ട് സംസാരിച്ചു. അപ്പൊ അവള് പറഞ്ഞു അവൾക്ക് കല്യാണത്തിന് സമ്മതമല്ലെന്നേ. അവള് മുത്തശ്ശിയോട് പറയാമെന്നും പറഞ്ഞു. ഇത് കേൾക്കുന്ന മുത്തശ്ശി ഞെട്ടിപ്പോവും. അപ്പോഴത് കേട്ടിട്ടായിരിക്കും അഞ്ജന വരുന്നത്. മുത്തശ്ശേരി എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അഞ്ജനയോട് ചോദിക്കുന്നാലേ. അപ്പണ്ടാവും അഞ്ജന അങ്ങോട്ട് വരുന്നേ. അഞ്ജന നമ്മളെടുത്ത തീരുമാനം മുത്തശ്ശിയോട് പറഞ്ഞില്ലേ? അഞ്ജന പറയും ഇല്ല. ഇല്ല എന്നാ ഇപ്പൊ പറ. മുത്തശ്ശേരി എന്താന്ന് വെച്ചാ പറ, കേൾക്ക. ഞങ്ങൾ രണ്ടാരും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു അല്ലെ അജയ് എന്ന് വെച്ചാൽ അജയുടെ അടുത്ത് വന്ന് നിൽക്കും. അജയ് പറയും അതെ. എന്താ തീരുമാനം? അഞ്ജന പറയും എന്റെയും അജയുടെയും വിവാഹം മുത്തശ്ശി നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യും, അതാ തീരുമാനിച്ചത്. ഇത് കേൾക്കുന്ന അജയ് അങ്ങ് ഞെട്ടിപ്പോവും. മുത്തശ്ശിക്ക് ചിരി വരും. അല്ല മുത്തശ്ശി അത്. അപ്പൊ മുത്തശ്ശി പറയും അവള് പറഞ്ഞ് തീരട്ടെ. അജയ് പറഞ്ഞത് കുഞ്ഞിലേ തൊട്ടേ എന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ഫോണില് ലവ് സിമ്പിൾ അയക്കായിരുന്നു. ഇത് കേൾക്കുന്ന അവിടെ എല്ലാവർക്കും നാണം വരും. മുത്തശ്ശി പറയും പൂച്ച കണ്ണടച്ച് പാലുടിക്കായിരുന്നല്ലേ. അജയ് ആകെ ഷോക്കായി പോവും. ഒന്നും പറയാൻ പറ്റണ്ട നിൽക്കണേ. അജയുടെ അമ്മ പറയും ഇതിലൊന്നും ഒരു തെറ്റുമില്ല മോളെ, ഞങ്ങൾക്കൊക്കെ പൂർണ്ണ സമ്മതം. അജയ് പറയും എനിക്ക് പറയാനുണ്ട്. അപ്പൊ അഞ്ജന പറയും ഞങ്ങൾ വിവാഹത്തിന്റെ ഡ്രസ് കോഡ് വരെ തീരുമാനിച്ചു. ഹണിമൂണ് അതങ്ങ് കാശ്മീരില. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അജയുടെ അടുത്ത് നിൽക്കുമ്പോ ഒരു പേടിയുണ്ട്. മുത്തശ്ശി ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് അജയ് പറയുമ്പോ മുത്തശ്ശി പറയും മിണ്ടാതെ നിക്കട. ജോത്സ്യര് നിശ്ചയത്തിനുള്ള ദിവസം കുറിച്ചാലും അങ്ങനെ അങ്ങേര് അത് ചെയ്യാൻ തുടങ്ങാം. അഞ്ജന മനസ്സിൽ വിചാരിക്കും നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത്, ഞാൻ ഭവാനിയുടെ മകളാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അച്യുതനും ഭൂമിജയും കൂടെ അവിടെ ഒരു സ്ഥലത്ത് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നാലെ തന്നെ അയാളുണ്ട് കേട്ടോ. അങ്ങനെ ഇവര് വണ്ടി ഇറങ്ങി ക്രോസ് ചെയ്ത് ആ പുഴയുടെ നടുക്ക് കൂടെ ഇങ്ങനെ പാലത്തിന്റെ മുകളിലൂടെ നടക്കാട്ടോ. അപ്പോ ഭവാനി വിളിക്കും എന്തായടോ, അത് അയാളുടെ മകള് തന്നെയാണോ? സ്വന്തം മകളാണോ അത് അഭിരാമിയാണോ? കൊണ്ട് പറയും ഇന്ന് കണ്ടുപിടിച്ചിരിക്കും, ഇവിടെ കാര്യങ്ങളൊക്കെ ആകെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണേ എന്ന് പറഞ്ഞ് ഭവാനി കോള് കട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് സമയം നടന്നേ ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കൂട്ടോ. ഭൂമി വയ്ക്കും അച്ഛനെ ഹാപ്പി അല്ലേ? അച്യുതൻ തിരിച്ചു വയ്ക്കും മോൾ ഹാപ്പി അല്ലേ? അഞ്ജന ആന്ന് തലയാട്ടുമ്പോ എന്നാ ഞാനും ഹാപ്പിയാ മോളെ. എന്തെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അച്ഛൻ പറയും കഴിക്കണം എന്നല്ല, മോളുടെ ഡാൻസ് അത് കാണണം, ക്ലാസിക്കൽ ഡാൻസ്. അപ്പൊ ഭൂമി അറിയും അതിനെ അരങ്ങേറ്റാവണ്ടേ. ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം ഒളിഞ്ഞു നിന്നാ മറ്റേ ആള് കേൾക്കുന്നുണ്ട്. എടി മോളെ അച്ഛൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ. ആമുക്കൊന്നും വേണ്ട. അച്യുതൻ പറയും ഒരു വഞ്ചിയിൽ കയറി കായലൊന്നും കാണും. പിന്നെന്താ കാണാലോ. ഇനി എന്താ ആഗ്രഹം? ഇനി വേറെ ഒന്നുമില്ല. ഭൂമി പറയും എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാ എനിക്കും വേണം. എങ്കിലും അച്ഛനും ഇവിടെ ഇരിക്കും, ഞാൻ വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ഭൂമി അവിടുന്ന് പോകും. ഈ സമയം അയാളും പിന്നാലെ ചെല്ലും. എന്നിട്ട് ഭൂമി ഐസ്ക്രീം വാങ്ങിക്കുന്നത് ഇങ്ങനെ നോക്കുക. എന്നിട്ട് തിരിച്ചു വരുമ്പോ ഭൂമിയെ പോയി തട്ടും. ഭൂമിയുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീമും താഴെ വീഴും. ഭൂമിയും വീണു. അങ്ങനെ വീണ സമയത്ത് ഭൂമിയുടെ കഴുത്തിന്റെ ബാക്കിലുള്ള ആ ഒരു കറുത്ത മറുക് അയാൾ കാണാണ്. അയാൾ അപ്പം തന്നെ അവിടെ നിന്ന് പോകും. അത് കണ്ട് ഞെട്ടലോട് കൂടെ ഭൂമിനെ അപ്പോഴേക്കൊരു ചേച്ചി വന്ന് എണീപ്പിക്കുന്നുണ്ട്. ഭൂമി അയാളിങ്ങനെ നോക്കുമ്പോൾ അയാൾ മൈൻഡില്ലാതെ പോവാ. ശേഷം ഭൂമി അച്ഛൻ്റെ അടുത്തേക്ക് പോകും. അച്ഛന് ഈ സമയം വല്ലാണ്ട് ചമക്കുന്നുണ്ട്. പെട്ടെന്ന് മൂക്കിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. ഭൂമി കാണാതിരിക്കാൻ വേണ്ടി വേഗം ടവലെടുത്ത് അതെല്ലാം റിമൂവ് ചെയ്യാണ്. പിന്നീട് ഭൂമി വന്നാൽ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരുടെ പിന്നെ കായലിലൂടെ ആ വഞ്ചിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഭൂമി അച്ഛനെ ചേർത്ത് പിടിച്ചിരിക്കും. എന്നാൽ അച്ഛൻ കാണാതെ തിരിഞ്ഞു നിന്ന് വല്ലാത്ത സങ്കടത്തിൽ വിങ്ങി പൊട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് അവരിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നേ അച്ഛനിങ്ങനെ കെട്ടിപ്പിടിച്ച് സങ്കടത്തിൽ നിൽക്കുക. എന്നാൽ അച്ഛൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ടും. പിന്നീട് രാത്രി രണ്ടുപേരും കൂടെ ഒരു റെസ്റ്റോറൻറ്റിലും ഭക്ഷണമൊക്കെ കഴിക്കും. ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി ഭവാനിയെ വിളിച്ച് അയാൾ പറയും ചില രഹസ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, പറയാമോ? പറഞ്ഞോളൂ. എന്നാൽ ഞാൻ അച്ഛനെയും മകളെയും കണ്ടു. അത് അച്യുതന്റെ മകളല്ല. മാഡം പറഞ്ഞ അടയാളം ഞാൻ അവളുടെ ശരീരത്തിൽ കണ്ടു. ഇടത് തോളിന്റെ പിന്നിൽ ഒരു മറുക്. എങ്കിൽ അവളെ ഞാൻ 22 വർഷങ്ങൾക്ക് മുന്നേ കൊല്ലാൻ ഏൽപ്പിച്ചത്. കമാലെ രണ്ടിനെയും കൊന്നേക്ക്. ഓക്കെ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യണേ. ഈ സമയം ഭവാനിയെ അഭിരാമി ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞ ആ ഞെട്ടലിലും ദേഷ്യത്തിലും ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്.